ഡൽഹിയിൽ നിന്നും ഒരു തിരുത്ത് വരികയാണ്. രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിൽ എത്തില്ല. വാർത്ത തള്ളുകയാണ് കോൺഗ്രസ്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത ആദ്യം വന്നത്? രാഹുൽ ഗാന്ധി പ്രതിഷേധക്കാരെ ജന്തർ മന്ദറിൽ നേരിട്ടെത്തി കാണുമെന്ന വാർത്ത വന്ന് പിന്നാലെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? പ്രതീക്ഷ കോൺഗ്രസ് അനുകൂല ട്വിറ്റർ ഹാൻഡിലുകളിലാണ് രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ജന്തർ മന്ദറിൽ എത്തുമെന്നായിരുന്നു അതിൽ ട്വിറ്ററിൽ പറഞ്ഞ വാർത്ത എന്ന് പറയുന്നത്. അത് കേവലം ഒരു കേന്ദ്രത്തിൽ നിന്നല്ല, പല പല കേന്ദ്രങ്ങളിൽ നിന്നായി ആ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രചരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ അതിലൊരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതായത് ജന്തർ മന്ദറിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നില്ല, CJP സമരപ്പന്തലിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നില്ല എന്നത് തന്നെയാണ് കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട്. CJP സമരത്തെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് തന്നെയായിരുന്നു. കോൺഗ്രസ് സ്വന്തം നിലയ്ക്കായിരുന്നു ആ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ശാസ്ത്രജ്ഞ കൂഞ്ച് എന്ന് പറയുന്ന പരിപാടിയിലൂടെ നീതി ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനാ വിഭാഗമായ NSUIയും രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ CJPയുടെ സമരത്തെ അങ്ങനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് CJP മാർച്ചിനിടെ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിലേക്ക് വരുന്നില്ല എന്നതിൽ ഒരു ഔദ്യോഗിക തീരുമാനം അല്ലെങ്കിൽ ഒരു വ്യക്തത ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കാണുന്ന പ്രതിപക്ഷ സംഘത്തിൽ കോൺഗ്രസും ഉണ്ടാകുമല്ലേ? തീർച്ചയായും. കാരണം പാർലമെന്റിനകത്തുള്ള കോൺഗ്രസിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ CJP ഉയർത്തിയ അതേ വിഷയങ്ങൾ തന്നെയാണ്. അതായത് നീറ്റ് പരീക്ഷ, ചോദ്യപേപ്പർ ചോർച്ച അടക്കം പരീക്ഷ നടത്തിപ്പുകളിലെ ക്രമക്കേടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പോലീസ് നടപടിയിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണവും അടക്കമുള്ള കാര്യങ്ങളാണ് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുന്നോട്ടുള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിൽ കോൺഗ്രസ് മുൻനിരയിലുണ്ടാകും. പക്ഷേ കോൺഗ്രസ് ജനതാ പാർട്ടിയുമായി കൈകൾ കോർത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു സമരം ഉണ്ടാവുമെന്നത് ഈ സമീപകാലത്ത് എന്തായാലും പ്രതീക്ഷിക്കാൻ വയ്യ. ശരി, വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരം നൽകിയത്.